Hi guys, welcome back to my channel 1 million sheets. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എന്താണ് വാട്ട്സ് ഇൻസൈഡ് മൈ ആർട്ട് ബോക്സ്. എൻ്റെ ആർട്ട് ബോക്സിനകത്ത് എന്തൊക്കെയുള്ളതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ എല്ലാ ആർട്ട് മെറ്റീരിയൽസും ഒക്കെ ഞാനൊരു ബോക്സിലാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ള എന്തൊക്കെ ആണ് അതിൻ്റെ യൂസസ്, അതൊക്കെയാണ് ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണേ. അപ്പോൾ എൻ്റെ ആർട്ട് ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ്, വലിയ സാധനങ്ങളൊന്നുമില്ല, കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ ഇങ്ങനെ ഒതുക്കിയൊന്നും വെച്ചിട്ടുണ്ടാവില്ല, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്നെ കുറ്റം പറയരുത്. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ നിന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. നമുക്ക് വീഡിയോക്ക് പോവാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ കമന്റ് ചെയ്യുക. അപ്പൊ അതെല്ലാം ചെയ്യുക. പിന്നെ നമുക്ക് വീഡിയോക്ക് പോവാം. ഇതാണ് എൻ്റെ ആർട്ട് ബോക്സ്, കണ്ട. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ആദ്യം തന്നെ ഇവിടെ പഠിക്കുന്നത് വെക്കട്ടെ. ഫസ്റ്റ് നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം, എന്നിട്ട് നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെയാന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഫസ്റ്റ് ഏറ്റവും മുകളിലിരിക്കുന്നത് ഈ കളർ പെൻസിലാണ്. ഞാൻ ഇന്നലെ ഇത് വെച്ചിട്ട് ഒരു ആർട്ട് വർക്ക് ചെയ്തോളൂ. അതാണ് ഏറ്റവും മുകളിലിരിക്കണേ. ഞാൻ എല്ലാ ദിവസവും മീൻസ് പെൻസിൽ ഡ്രോയിങ്ങിന്റെ ഐറ്റംസ് ഒന്നും ഈ പെട്ടിയിലിട്ട് വെക്കാറില്ല കേട്ടാ. ഡെയിലി യൂസ് ചെയ്യണത് അല്ലെങ്കിൽ എപ്പോഴും യൂസ് ചെയ്യണ സാധനങ്ങൾ ഞാൻ ടേബിളിൽ തന്നെ വെക്കാറുള്ളൂ. എൻ്റെ മറ്റേ ഷെയ്ഡിങ് പെൻസിലായാലും പിന്നെ മറ്റേ ഇറേസർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ ടേബിളിൽ തന്നെ ഒരു ബോക്സിലാക്കി, ചെറിയ ബോക്സിലാക്കി വെച്ചേക്കാണ്. ബാക്കിയുള്ള സാധനങ്ങൾ ആണ് ഇതിൻ്റെ ഉള്ളിലാക്കി വെച്ചേക്കണം. ഫസ്റ്റ് എന്ന് വെച്ചാൽ ഈ ഫേബർ കാസ്റ്റലിന്റെ കളർ പെൻസിൽസ് ആണ്. ഇതിൽ 24 ഷെയ്ഡ്സ് ആണ്. ഞാൻ മറ്റേ കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാനൊക്കെ ആയിട്ട് ഇതാണ് യൂസ് ചെയ്യാറ്. പിന്നെ വേറെ ഡോംസിന്റെയാണ് യൂസ് ചെയ്യാറ്. അത് എന്താ ഇതിൻ്റെ ഉള്ളിൽ അടിയിൽ അങ്ങനെ ഉണ്ടാവും. അത് വരുമ്പോൾ അത് കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റ് മെറ്റീരിയല്. ഇതിന്റെ റേറ്റ് പറയണം. റേറ്റ് വേണമെങ്കിൽ പറയാം, 200 രൂപയാണ്. നെക്സ്റ്റ് ഇത് നിങ്ങൾക്ക് അറിയാലോ, ഫിക്സേറ്റി സ്പ്രേ. അപ്പോൾ ഇതെന്ന് വെച്ചാല് നമുക്ക് വരച്ചൊക്കെ കഴിഞ്ഞിട്ട് പെൻസിൽ ഡ്രോയിങ്ങും അതുപോലെ ഇങ്ങനെ ആർട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിതിങ്ങനെ സ്പ്രേ ചെയ്യാം. സ്പ്രേ ചെയ്ത് കഴിഞ്ഞാല് അത് കുറെ നാള് നാശാവാണ്ടിരിക്കും. അതുപോലെ പെൻസിൽ ഡ്രോയിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൈയൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ബ്ലെൻഡ് ആയി പോവില്ല. അപ്പൊ അത് പോവാണ്ടിരിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഫിക്സേറ്റി സ്പ്രേ. നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പൊ ഇതാണ് നെക്സ്റ്റ്. ഇനി അടുത്തത് ഇത് പോസ്റ്റർ കളറാണ്. ഇത് കുറെ നാളെ ഉപയോഗിച്ചിട്ട് മൊത്തം പൊടിയൊക്കെ പിടിച്ചു. ഇത്രയും കളേഴ്സ് ആണ് ഇതിലുള്ളത്. അപ്പോ ഇതില് 12 ഷെയ്ഡ്സ് വരുന്നതാണ്. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 170 റുപ്പീസ് ആണ്. അപ്പൊ സാധാരണ ഒരു ബേസിക് ആയിട്ടുള്ള പോസ്റ്റർ കളേഴ്സ്. നെക്സ്റ്റ് ഈ ബോക്സിനകത്ത് ഞാൻ മറ്റേ ആക്രിലിക് കളേഴ്സ് ഞാൻ ഇങ്ങനെ ഇട്ട് വെച്ചേക്കുന്നതാണ്. കണ്ടാ, ഇങ്ങനത്തെ ചെറിയ ചെറിയ ബോക്സുകളില്ലേ, അങ്ങനത്തെ കുറെ കളേഴ്സ് ഉണ്ട്. ഗ്രീൻ, വൈറ്റ്, ഇത് വേറൊരു ഗ്രീൻ ആണ്, ബ്ലാക്ക് പോലെ ഇരിക്കണല്ലേ. കുറെ കളേഴ്സ് ഉണ്ട്. അപ്പൊ ഞാനിത് മൊത്തം ഇതൊങ്ങനെ ഒറ്റയ്ക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തപ്പി കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ല. അപ്പൊ ഞാൻ അതൊക്കെ ഒരു ബോക്സിലാക്കിയിട്ട് ഇതുപോലെ വെച്ചേക്കാണ്. അതുപോലെ ഒരു ബോക്സ് കൂടി ഉണ്ട്, കണ്ടോ. ഇതിന്റെ ഉള്ളില് ഇതുപോലെ ആക്രിലിക് കളേഴ്സ് ആണ്. ഇതൊക്കെ പക്ഷെ ഏതോ ജാമ്പുവാന്റെ കാലത്തെന്ന് തോന്നണം. ഇതൊക്കെ കട്ട പിടിച്ചിട്ടുണ്ടോ, കുറെ കട്ട പിടിച്ചതൊക്കെ ആയിരിക്കും കേട്ടോ. അല്ല നല്ലതൊന്നും ആയിരിക്കില്ല. അതൊക്കെ നീ എടുത്ത് വൃത്തിയാക്കണം. ഇനി നെക്സ്റ്റ് ഇതാണ്. ഇതൊക്കെ എപ്പത്തെയാണോ വരയ്ക്കുന്നത് ഓർമ്മയില്ല. ഇത് ഇതിൻ്റെ ഉള്ളിൽ കണ്ട വാട്ടർ കളേഴ്സ് ആണ്. വാട്ടർ കളർ ട്യൂബ്സ് ഇല്ലേ, ഇങ്ങനത്തെ അതാണ്. ഇത് പണ്ടത്തെയാണ്. പണ്ടെന്ന് വെച്ചാൽ കുറെ പണ്ടത്തെയാന്ന് തോന്നണേ. കട്ട പിടിച്ചു തോന്നണേ. ചിലതൊക്കെ നല്ലതുണ്ട് കേട്ടോ. ഞാനത് യൂസ് ചെയ്യാറില്ല. പണ്ടത്തെയാണ്. ഞാനിത് എപ്പോഴോ ബോക്സറൊക്കെ തുരുമ്പിടിച്ചു പോയി. അത്ര നാള് മുമ്പത്തെയാണ്. ഇനി നെക്സ്റ്റ് പിന്നെ ഇങ്ങനത്തെ കുറെ സെല്ലോ ടേപ്പ് കുറെ ഇരിക്കുന്നുണ്ട് കേട്ടോ, പല സൈസിലുള്ളത്. ഞാനിങ്ങനെ വരച്ച് കഴിഞ്ഞ് കൊറിയർ ചെയ്യുമല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനത്തെ സെല്ലോ ടേപ്സ് ഒക്കെ കുറെ ഒട്ടിക്കേണ്ടി വരും, മീൻസ് പാക്ക് ചെയ്യാനൊക്കെ. അത് കുറെ ഇരിക്കുന്നുണ്ട്. കുറെ പലതരമുണ്ട്. അതെല്ലാം ഇനി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, കുറെ ഉണ്ട്. അതൊക്കെ മാറ്റി വെക്കാം. ഇനി അടുത്ത സംഭവം നമുക്ക് എടുത്തു നോക്കാം. അടുത്തത് കണ്ടാ, ഇത് കേക്ക് വാങ്ങിക്കില്ല. കേക്ക് വാങ്ങിക്കുമ്പോ അതിന്റെ താഴെ ഉണ്ടാവണ ആ ബോർഡാണ്. ഞാൻ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കൊണ്ടുവച്ചേക്കുന്നതാണ്. ഇതുപോലെ കുറെ എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഒരെണ്ണം വെച്ചിട്ടുള്ളൂ. പിന്നെ കുറെ ഞാൻ സ്റ്റോർ റൂമിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറെ എടുത്ത് വെക്കുന്നത് മാത്രമേ ഒന്നും ചെയ്യണില്ല. അതൊക്കെ പക്ഷെ നമുക്ക് വേഗം തന്നെ ചെയ്യണം. കുറെ സാധനം ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെ, അടുത്ത സാധനം കാണിച്ചത് ഈ ബോക്സിനകത്ത് ഫുള്ള് ഇതുപോലെ കണ്ണിക്കണ്ട സാധനങ്ങളൊക്കെയാണ്. ഓരോ ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ എടുത്ത് വെച്ചിരുന്നൊക്കെ ഉണ്ടാ. ഈ
ചരടുകള് ചാക്ക് ചരടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. പിന്നെ കണ്ട ഐസ്ക്രീം സ്റ്റിക്സ്, ഇതൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഓരോ ആവശ്യത്തിന് വേണ്ടി എടുത്ത് വെച്ചേക്കുന്നതാണ്. ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ വെച്ചിട്ട് പക്ഷെ ഒന്നും ചെയ്യാറൊന്നുമില്ല എന്നുള്ളതാണ് സത്യം. ഇതൊക്കെ പണ്ട് ഉണ്ടാക്കിയതാ, പൊട്ടിപ്പോയി. പിന്നെന്താ, ഇതൊക്കെ വെച്ചാ ഇത് മറ്റേ ഗ്ലാസ് ലൈനർ ആട്ടാ, മറ്റേ ഗ്ലാസ് പെയിന്റ് ചെയ്യില്ലേ, അപ്പൊ അത് ആക്കുന്നതൊന്നും ഉപയോഗിക്കാറൊന്നുമില്ല. കുറെ നാളെ ഇതിപ്പോ ഉപയോഗിച്ചിട്ട്. ഇതൊക്കെയോ ഉണ്ട് ഇതിന്റെ ഉള്ളിൽ. ഇതൊന്നും കാണിക്കണോ? ഇതൊക്കെ ഉണ്ടാ മറ്റേ ജൂട്ടിന്റെ സംഭവം. ഞാനിങ്ങനെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചേക്കുന്നതാണ്. പിന്നെ കുറെ കുപ്പികളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കണ്ട, ഇങ്ങനത്തെ ഗ്ലാസിന്റെ കുപ്പികളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ച് എടുത്തു വെച്ചേക്കുന്നതാണ്. നമ്മള് ഭാവിയില് ഉണ്ടാക്കുന്നതായിരിക്കും. കണ്ട എന്തെങ്കിലും ചെറിയ ചെറിയ ക്യൂട്ടായിട്ടുള്ള ഇതൊക്കെ ചെയ്യാന്ന് വെച്ച് എടുത്തു വെച്ചേക്കുന്നതാണ്. ഇത് ഗ്ലാസ് പെയിന്റ് ആണ്. സാധനം നാശായിട്ടാ, കട്ട പിടിച്ചു. പിന്നെ കുറെ റിബൺസ് ഉണ്ട്, അതൊക്കെ ഞാൻ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടാ. റിബൺസ്, പിന്നെ മറ്റേ ബൾബില്ലേ, ബൾബ് വാങ്ങിക്കുമ്പോ കിട്ടുന്ന പേപ്പർ, അത് വരെ എടുത്ത് വെച്ചേക്കാം. ഇത്രേ ഉള്ളൂ. ഇതിന്റെ ഉള്ളിൽ ഇത് ഞാൻ എല്ലാം കാണിക്കണം. ഇതിന്റെ അടിയിലൊക്കെ ഫുൾ അലമ്പായിട്ട് കിടക്കാണ്. നിറയെ സാധനങ്ങളാണ്. അതൊക്കെ എടുത്താൽ എങ്ങനെ ഇതിന്റെ മൊത്തം അതൊക്കെ ഞാൻ തന്നെ ഒതുക്കണ്ടതില്ലേ, അതുകൊണ്ടാണ്. ഇനി നെക്സ്റ്റ് ഇത് ആക്രിലിക് കളേഴ്സ് ആണ്. ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. ഇടയ്ക്ക് ചെയ്യും, മറ്റേ ക്യാൻവാസ് പെയിന്റിംഗ് ഒക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് തുറക്കട്ടല്ലോ, നിങ്ങൾക്ക് കണ്ടാ പറയണേ. ഇതിന്റെ മറ്റേ 12 ഷെയ്ഡ്സ് ആണ് വരണേ. ഇതിന്റെ റേറ്റ് എത്രയാന്ന് വെച്ചാല് 310. ഇതാണ് അതിന്റെ റേറ്റ്. 12 ഷെയ്ഡ്സ് വരുന്നതാണ്. ബിഗിനേഴ്സ് ഒക്കെ ആക്രിലിക് പെയിന്റിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ബിഗിനേഴ്സ് ഒക്കെ ഇത് വാങ്ങിച്ചാൽ മതി. 300 റുപ്പീസ് വരുന്നുള്ളൂ. പിന്നെ 12 ഷെയ്ഡ്സ് ഉള്ളതാണ്. പിന്നെ നെക്സ്റ്റ് ഇതാണ് നമ്മുടെ ഓയിൽ പേസ്റ്റൽസ്. ഇത് കുറെ നാൾ മുമ്പ് വാങ്ങിച്ചതാണ്. വാങ്ങിച്ചിട്ട് ഇപ്പൊ 2 കൊല്ലൊക്കെ ആയിട്ടോ. ഞാൻ ഫസ്റ്റ് കുറെ നാൾ മുമ്പ് വാങ്ങിച്ചതാണ്. ഇത് ഉപയോഗിക്കാറൊന്നുമില്ല. അതന്നെ ഇടയ്ക്ക് വല്ല വീഡിയോസ് ഒക്കെ ചെയ്യണം, ഓയിൽ പേസ്റ്റൽ ഡ്രോയിങ് ഒക്കെ ചെയ്യാൻ. കണ്ടാ അതിൽ കുറെ ഷെയ്ഡ്സ് ഒക്കെ ഉള്ളതാണ്. ഈ നമുക്ക് വല്ല ഓയിൽ പേസ്റ്റൽ പൊടി വിളിച്ചിട്ട് പൊടി തുമ്മല് തന്നെ എടുക്കുമ്പോ. അപ്പൊ ഓയിൽ പേസ്റ്റൽസിന്റെ റേറ്റ് വേണമെങ്കിൽ പറഞ്ഞു തരാം. റേറ്റ് എത്രയാന്ന് വെച്ചാല് 90 റുപ്പീസ് ഉള്ളൂ കേട്ടോ. കുട്ടികൾക്കൊക്കെ നമ്മൾ എപ്പോഴും ഡ്രോയിങ് പഠിക്കാനായിട്ട്, ചെറിയ കുട്ടികളായിരിക്കും, ഒരു 4th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികളൊക്കെ ആകുമ്പോൾ നമ്മൾ ആദ്യം ഡ്രോയിങ് വരച്ച് തുടങ്ങുമ്പോൾ എപ്പോഴും ഈ ഓയിൽ പേസ്റ്റൽസ് വെച്ചിട്ടുള്ള ഡ്രോയിങ്സ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അപ്പൊ എന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾക്ക് ഭയങ്കര ക്രിയേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇതിനൊക്കെ കണ്ട ഷെയ്ഡ്സോള് നല്ല അടിപൊളി ഷെയ്ഡ്സോളാണ്. അപ്പൊ ഇതൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാല് നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡ്രോയിങ്സ് കുട്ടികൾക്ക് വരയ്ക്കാൻ പറ്റും. അപ്പൊ അവരുടെ മൈൻഡ് ഫുള്ള് കളർഫുൾ ആയിരിക്കുമല്ലോ, ചെറിയ കുട്ടികളല്ലേ. അപ്പൊ ഒരുപാട് കളേഴ്സ് ഒക്കെ വെച്ച് ഡ്രോയിങ്സ് ഒക്കെ ചെയ്യാം. പിന്നെ മറ്റേ കൈക്ക് അധികം കൺട്രോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ വാട്ടർ കളറിലേക്കൊക്കെ കടക്കണിക്ക് മുമ്പ് ഇതുപോലത്തെ ഓയിൽ പേസ്റ്റൽസ് വെച്ച് ചെയ്ത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കുട്ടികൾക്കൊക്കെ ഇത് വരയ്ക്കാൻ വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ് ഇത് പോസ്റ്റർ കളേഴ്സിന്റെ തന്നെയാണ്. ചെറിയൊരു ഇത് എനിക്കൊരു ചേട്ടൻ തന്നതാട്ടാ, വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ചേട്ടൻ തന്നതാണ്. ഇതുവരെ ഇത് കളഞ്ഞിട്ടൊന്നുമില്ല. കുറെ നാൾ യൂസ് ചെയ്തിട്ട് എനിക്ക് തന്നതാ. ഞാനിത് ഇതുവരെ എടുത്തത്. ഞാനൊന്നും എന്റെ ആർട്ട് മെറ്റീരിയൽസ് ഞാനൊന്നും കളയാറില്ല. കട്ട പിടിച്ചാലും ഞാൻ വെള്ളം ഒഴിച്ച് കലക്കി അടിക്കും. അത് ഞാനങ്ങനെ വേസ്റ്റ് ചെയ്യാറില്ല. അപ്പൊ ഇത് പണ്ടത്തെയാണ്, കുറെ പണ്ടത്തെയാണ്. ഇത് നമ്മുടെ ഡോംസിന്റെ കളർ പെൻസിൽസ്. ഞാന് കളർ പെൻസിൽ അധികം റേറ്റ് കൂടുതലുണ്ട്, ഇതുവരെ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടില്ല. റേറ്റ് കൂടുതൽ എന്ന് പറയുമ്പോൾ ഫേബർ കാസ്റ്റിന്റെ പോളിക്രോംസ് അതിനൊക്കെ റേറ്റ് എന്ന് പറയുമ്പോൾ 2000 ആണ് ചെറിയ പെട്ടിക്ക്, 12 എണ്ണുള്ളത് അങ്ങോട്ട്. പിന്നെ കുറച്ചും കൂടി കൂടുതലുള്ളതിന് 6000 അങ്ങോട്ടാണ് റേറ്റ്. അപ്പൊ ഞാൻ അത്രയും റേറ്റിന്റെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്ത് നോക്കണം എന്നുണ്ട്, യൂസ് ചെയ്ത് വാങ്ങിക്കാം. അപ്പൊ പിന്നെ ഞാൻ കളർ പെൻസിൽ ഇപ്പൊ ഞാൻ അത്രയ്ക്ക് എക്സ്പെർട്ട് ഒന്നും ആയിട്ടില്ല, ഞാൻ ചെറുതായിട്ടൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഈ ഡോംസും പിന്നെ ആദ്യം നമുക്ക് കാണിച്ചത് ഫേബർ കാസ്റ്റിന്റെ അതാണ് യൂസ് ചെയ്യാറ്. ഇതൊക്കെ തുടക്കക്കാരാണെങ്കിൽ ഇതൊക്കെ വാങ്ങിച്ചാൽ മതിയിട്ട് 100 രൂപയുള്ളൂ. ഇത് വാങ്ങിച്ച് പഠിച്ചു കഴിഞ്ഞാല് അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല, നമുക്ക് നന്നായിട്ടൊക്കെ വരയ്ക്കാം. നമ്മൾ ആദ്യം തന്നെ വരയ്ക്കാൻ പഠിക്കുമ്പോൾ വേണ്ടത് ക്ഷമയാണ്. അപ്പൊ ഇതൊക്കെ വെച്ച് വരയ്ക്കുകയാണെങ്കിൽ കുറെ സമയം എടുത്ത് നമ്മൾ ഇതൊക്കെ ചെയ്തെടുക്കണം. മറ്റേതൊക്കെ എന്ന് വെച്ചാൽ നല്ല ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ആദ്യം തന്നെ വരച്ച് പഠിക്കാൻ വേണ്ടി അതൊക്കെ വാങ്ങിക്കണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. പിന്നെ പൈസ ഉള്ളവരാണെങ്കിൽ വാങ്ങിക്കാം. അപ്പൊ ഞാനങ്ങനെ വലിയ പൈസയുടെ ചെലവാക്കാറില്ല. ഞാൻ ചെറിയ ചെറിയ പൈസയുടെ ആദ്യം വരച്ച് പഠിച്ച് പിന്നെ അത് വരച്ച് നന്നായി സെറ്റ് ആയിട്ടൊക്കെയാണ് പിന്നെ വേറെ വലിയ പൈസയുടെ ഒക്കെ വരയ്ക്കാറുള്ളൂ. ഇത് ഒരു ഡോംസിന്റെ തന്നെ വാട്ടർ കളർ കേക്ക്സ് ആണ്.
ഇത് തുറക്കാൻ അതിന്റെ ഒരു ബ്രഷൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ പുത്തം പോലെ ഇരിക്കണടാ, ഉപയോഗിച്ചിട്ടില്ല. അത് തന്നെയാണ് കാര്യം. ഇതുപോലെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു വെച്ചിട്ട് ഒന്നും ഉപയോഗിക്കാറില്ല. വല്ലപ്പോഴൊക്കെയാണ് ഞാനിപ്പോ കളർ പെൻസിൽ ഡ്രോയിങ് മീൻസ് കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഞാൻ അധികം ഇപ്പൊ വരയ്ക്കാറില്ലല്ലോ. ഇനി വീഡിയോസ് ഒക്കെ ചെയ്യാം വാട്ടർ കളർ കേക്ക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. വെക്കാറിരുന്നോട്ടെ. നെക്സ്റ്റ് ഇതും ഡോംസിന്റെ തന്നെയാണ്. സ്കെച്ചിന്റെ സെറ്റാണ്. നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഓരോ വരയ്ക്കാനൊക്കെ ആയിട്ട്, പിന്നെ കോളേജിലേക്ക് കുറെ അസൈൻമെന്റ് ഒക്കെ ഉണ്ടാവില്ല, ബോർഡറൊക്കെ വരയ്ക്കാം, എല്ലാത്തിനും പറ്റിയ ഒരു സ്കെച്ചാണ്. സ്കെച്ചിന്റെ സെറ്റ് കുറെ എണ്ണത്തിന്റെ മൂടിയൊക്കെ പോയിട്ടാ. ഞാനത് വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെ ഒക്കെ ഇടും, പിന്നെ അത് കുറെ കാണാണ്ടാവും, മൂടി പോവും, അങ്ങനെ കുറെ പോയിണ്ട് അതിന്റെ ഉള്ളിൽ നിന്നൊക്കെ. പിന്നെ അതിന്റെ ഉള്ളിലത്തെ 2-3 കാണാനില്ല. പിന്നെ ഇത് ഡ്രോയിങ് ബുക്കാട്ടാ. ഞാനത് പൊട്ടിച്ചിട്ടില്ല. ഇതിന്റെ എത്ര റേറ്റ്? 175 രൂപയുള്ളൂട്ടാ. നിങ്ങള് കുട്ടികൾക്കൊക്കെ വരയ്ക്കാനൊക്കെ ആയിട്ട് ഇതുപോലത്തെ സ്കെച്ച് ബുക്ക് വാങ്ങിച്ചാൽ മതി. ഇതെന്തോ A4 സൈസാണ്. അത്യാവശ്യം നല്ല പേപ്പേഴ്സ് ഒക്കെ ആയിരിക്കും. 175 രൂപയുള്ളൂ. അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ച് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ കുറെ പേജസ് ഉണ്ട്, ഇഷ്ടം പോലെ വരയ്ക്കാം. അപ്പോൾ ഇതാണെങ്കിൽ വരയ്ക്കും. ഇത് ഞാൻ ഏതോ ഒരു ആർട്ട് സ്റ്റോർ, ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ വെറുതെ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. യൂസ് ചെയ്ത് നോക്കിയിട്ട് പറയാട്ടെ എങ്ങനെയുണ്ട്. ഏതോ ബ്രാൻഡ്, ഏതോ ഒരു ബ്രാൻഡ് വെറുതെ കണ്ടപ്പോൾ എടുത്തതാണ്. നെക്സ്റ്റ് ഇത് സ്പ്രേ പെയിന്റ് ആണ്, വൈറ്റ്. ഇത് ആ കൂടെ ഒരു വട്ടം യൂസ് ചെയ്തിട്ടുള്ളൂ. ആ യൂസ് ചെയ്തത് നല്ല ഫ്ലോപ്പ് ആയി പോയി. ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ നോക്കിയതായിരുന്നു, പക്ഷെ അത് ഫ്ലോപ്പ് ആയി പോയതോടെ പിന്നെ ഞാനത് ഉപയോഗിച്ചിട്ടില്ല. അത് ഇതിന്റെ കുഴപ്പമില്ല കേട്ടാ, എന്റെ കുഴപ്പമായിരുന്നു. ഭയങ്കര ബുദ്ധിപരമായ ഒരു സംഭവം ഉണ്ടാക്കിയതാ, അത് നാശായിപ്പോയി. അപ്പൊ പിന്നെ അത് യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ സ്പ്രേ പെയിന്റ് ഒക്കെ എന്തോ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചേക്കെന്താണ്, ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഇതൊക്കെ ഉണ്ടോ, അതൊക്കെ പണ്ടത്തെ ഏതോ ഒരു ജാമ്പുവിന്റെ കാലത്തെ പാലറ്റ് ആണ്, കളർ മിക്സ് ചെയ്യാനിട്ടത്. കണ്ട കഴുകാണ്ട് ചെടി പിടിച്ചിരിക്കുക. അപ്പൊ നെക്സ്റ്റ് ഇതൊക്കെ മറ്റേ ആക്രിൽ കളേഴ്സ് തന്നെ കേട്ടാ. ബ്ലാക്കും വൈറ്റും മാത്രമേ അതുപോലെ വലിയ ബോട്ടിൽസ് വാങ്ങിക്കാറുണ്ട്. കാരണം എപ്പോഴും വൈറ്റ് ഒക്കെ എപ്പോഴും യൂസ് ചെയ്യും. എപ്പോഴും മറ്റേ കുഞ്ഞിത് വാങ്ങിക്കുകയാണെങ്കിൽ പിന്നെ വാങ്ങിക്കാനും നേരം ഉണ്ടാവുള്ളൂ. എപ്പോഴും നമുക്ക് വൈറ്റ് ഒക്കെ ആവശ്യമുള്ളതല്ലേ. അപ്പൊ എപ്പോഴും നമ്മൾ പിന്നെയും വാങ്ങിക്കേണ്ടി വരില്ല. അപ്പൊ ഞാൻ വലിയ കുപ്പി വാങ്ങിച്ചു വെക്കും. ഞാൻ ആക്രിലിക് കളേഴ്സ് അധികം യൂസ് ചെയ്യാറില്ല, പക്ഷെ യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഞാൻ ഈ വെള്ളയൊക്കെ ആയിരിക്കും. കാരണം ആദ്യം വെള്ളം കൊടുത്തിട്ടാണ് പിന്നെ അതിന് മുകളിൽ കൂടെ ഞാൻ ബാക്കി കൊടുക്കാറ്. അങ്ങനെയൊക്കെ വെള്ളം ആവശ്യം വരാറുണ്ട് കുറെ. ഇനി നെക്സ്റ്റ് ഇത് ഒരു ക്യാൻവാസ് ബോർഡാണ്. ഇതിലെന്തെങ്കിലുമൊക്കെ വരയ്ക്കണം. 125 rupees ആണ് കേട്ടോ. അപ്പോ ഇതാണിത്. ഇതിലെന്തെങ്കിലുമൊക്കെ വരയ്ക്കാം. ഇനി നമുക്ക് വരുന്ന വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അതില് ഫിക്സേറ്റ് സ്പ്രേ എന്നെ ഇത് കഴിഞ്ഞ കുപ്പിയാട്ടോ, അതിനുള്ള ഒന്നുമില്ലല്ലോ. ഇതൊക്കെ ഞാൻ ഇതിന് എടുത്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് കുഞ്ഞിയ ഡോംസിന്റെ പെട്ടി. ഇതിനുള്ള ഇതില് കളേഴ്സ് ഒക്കെ ഉണ്ട് കണ്ട. ഇത് എത്ര രൂപയാ? ഞാൻ ഇത് വെച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും റേറ്റ് കുറവിന്റെ കളർ പെൻസിൽ വെച്ചിട്ട് റിയലിസ്റ്റിക് വരയ്ക്കാൻ പറ്റുമോ നോക്കിയിട്ട്. പക്ഷെ അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് എത്രയാ? 25 രൂപയുള്ളൂ. അത് കളർ പെൻസിൽ വാങ്ങിക്കാൻ ഒട്ടും പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചോ. 25 രൂപയുള്ളൂ. ഇത് വെച്ച് നമുക്ക് സുഖമായിട്ട് കളർ പെൻസിൽ ഡ്രോയിങ് ഒക്കെ ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം ഇത് വെച്ചിട്ടാണ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മറ്റേ 100 രൂപയുടെ സെറ്റ് വരെ വാങ്ങിച്ചത്. പിന്നെ ഇനി നെക്സ്റ്റ് ഇനി അധികമൊന്നും ഇല്ല കേട്ടോ. ഇനി ഫുള്ള് ഇങ്ങനത്തെ എന്തോ കണ്ട കുറെ CD ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചേക്കതാണ്, ചെയ്യാറൊന്നുമില്ല. പിന്നെ അലുമിനിയം ഫോയില് ഇതിനാണ് കൊടുത്ത് വെച്ചേക്കണത്. പിന്നെ ഒന്നുമില്ല. കഴിഞ്ഞു ഗ്ലൂ ഗണ്ണിന്റെ സ്റ്റിക്ക്, ഗ്ലൂ ഗൺ. ഇത് മറ്റേ ട്രേസിംഗ് പേപ്പർ ഇല്ലേ, യെല്ലോ ട്രേസിംഗ് പേപ്പർ. ഇതൊക്കെ ഞാൻ നല്ല ഫാബ്രിക് പെയിന്റ് അങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിട്ട് വേണ്ടി എടുത്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ കഴിഞ്ഞു. ഇനി കുറച്ച് പശകളുണ്ട് കണ്ട. ഇതൊക്കെ നമുക്ക് ഓരോ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി കുറെ പശ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ എന്തോ ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കാനെന്ന് തോന്നണ വാങ്ങിച്ചതാ. പിന്നെ ഉണ്ടാക്കിയില്ല, എല്ലാം വാങ്ങിച്ചു വെക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത് വെച്ചിട്ട് ഡ്രീം ക്യാച്ചർ എന്തായാലും ഉണ്ടാക്കണം. എനിക്ക് ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ, പക്ഷെ ഉണ്ടാക്കാറില്ല. പഠിച്ചിട്ടൊക്കെ പോയി പഠിച്ചിട്ടാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോ ഇനി ഇത്രയ്ക്കുള്ളൂ. കഴിഞ്ഞു കണ്ട പെട്ടി കാലിയായി. ഇതിനുള്ളിൽ കുറച്ച് സാധനങ്ങളുണ്ട്. ഇങ്ങനെ എന്തൊക്കെയോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങള്. കഴിഞ്ഞു. ഇത്രയൊക്കെയാണ് എന്റെ ആർട്ട് ബോക്സിലുള്ള. പിന്നെ ഇനി ബാക്കി ഞാൻ പറഞ്ഞില്ല, ഞാൻ യൂസ് ചെയ്യണ മറ്റേ ഷീഡിയുടെ പെൻസിലൊന്നും ഇതിനകത്ത് ഇടാറില്ല. അത് ഇപ്പോഴും ഞാൻ വരയ്ക്കാൻ എടുക്കുന്നതല്ലേ, ഞാൻ ടേബിളിൽ തന്നെയാണ് വെക്കാറ്.
പിന്നെ വേറെ ബ്രഷ് ഐറ്റംസ് ഒക്കെ ഇതിലിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കാണാണ്ടാവും. അതുകൊണ്ട് ഞാൻ അതൊക്കെ വേറെ ബോക്സിലിട്ടിട്ട് വെക്കാറ്. അപ്പൊ ഇതെന്ന് വെച്ചാൽ വലിയ വലിയ ഐറ്റംസ് ഇങ്ങനെ ബോക്സ് ആയിട്ടുള്ളത്, കളർ പെൻസിൽസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്നതാണ് ഈ ബോക്സ്. ഈ ബാക്കിയുള്ളതൊക്കെ വേറെ ബോക്സിലാണ് ഇട്ട് വെക്കാറ്. ചെറിയ ചെറിയ സാധനങ്ങളില് പെൻസില്, ബ്രഷ്, അങ്ങനത്തെ ഐറ്റംസ് അതൊക്കെ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കാണാണ്ടാവും. അപ്പൊ പിന്നെ തപ്പി പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അത്രയ്ക്കേ ഉള്ളൂ എന്റെ ആർട്ട് ബോക്സിൽ. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇനി ഇതില് കണ്ടതിൽ ഏതെങ്കിലും മെറ്റീരിയൽസ് വെച്ചിട്ട് നല്ല വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അങ്ങനെയെങ്കിലും ഞാൻ ഇതൊക്കെ ഒന്ന് ഉപയോഗിക്കട്ടെ. അപ്പോൾ എല്ലാവരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടും വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.